ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് തിരുവോണമാണ്. തിരുവോണമായിട്ട് നമ്മൾ രാവിലെ തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ 2 ദിവസം നിൽക്കാനുള്ള പ്ലാനിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അന്ന് വീട്ടിൽ വെച്ച കഴിച്ച ചോറ് കുറച്ച് കഴിച്ചിട്ട് അവിടുന്ന് ബാലൻസ് എല്ലാ ചോറും കറിയും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. അപ്പോൾ ജീറ്റോയിൽ പോകുന്ന കാരണം നമുക്ക് ഭയങ്കര സൗകര്യമായി. നമ്മൾ ബൈക്കിൽ വരാമെന്ന് വെച്ചത്. അപ്പോൾ ബൈക്കാകുമ്പോൾ നമുക്ക് ഇവിടെ ഓടിച്ച് നടക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വണ്ടി നിർത്താൻ സ്ഥലമില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നാലോ എന്ന് വെച്ചിട്ട് പിന്നെ ജീറ്റോയിൽ തന്നെ വന്നു. പിന്നെ അങ്ങനെ അച്ഛൻ്റെ KSRTC ഡിപ്പോ എത്തിയപ്പോൾ അച്ഛനെയും കൂട്ടി അങ്ങനെ നമ്മൾ നേരെ അച്ഛൻ്റെ ഡിപ്പോൻ്റെ അപ്പുറത്ത് തന്നെയാണ് നമ്മുടെ റൂം എടുത്തേക്കണത്. റിസപ്ഷനിൽ വന്ന് നമ്മുടെ റൂമിൻ്റെ കീ വാങ്ങി അങ്ങനെ റൂമിലേക്ക് വന്ന് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് നേരെ ഡിപ്പോ തന്നെ വന്നു. അങ്ങനെ ഇവിടെ കുറേ KSRTC ഉണ്ട്. കാരണം ഇന്ന് തിരുവോണമാണ്. അപ്പോൾ എല്ലാ KSRTC ഉണ്ട്. പിന്നെ വൈകിട്ട് പുതിയ KSRTCകളൊക്കെ ഇന്ന് വൈകിട്ട് ചെന്നൈയിലും മധുരയിലൊക്കെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് KSRTCയുടെ പൂക്കളം കാണാം. അപ്പോഴേക്കും കുഞ്ഞ് ഓടി വന്നിരുന്ന ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ അമ്മയുടെ കയ്യിൽ കൊടുത്തു. പഴയ KSRTCയിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇപ്പം നമ്മൾ അപ്പോഴൊക്കെ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പം ആ KSRTCയിൽ കയറിയിട്ടുണ്ട്. പക്ഷെ പുതിയ ഷിഫ്റ്റ് വന്നപ്പോൾ ഷിഫ്റ്റിനും പഴയ KSRTCക്കും ഒരു മാറ്റം ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു ബുദ്ധിമുട്ട്. കാരണം നമുക്ക് വണ്ടി ഇല്ലാത്തപ്പോൾ നമ്മൾ KSRTCയിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് തൃശ്ശൂർക്ക് വരുമ്പോഴും തൃശ്ശൂരിൽ നിന്ന് അട്ടപ്പാടി പോകാനാണെങ്കിലും പിന്നെ ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോകാനാണെങ്കിലും KSRTC തന്നെയായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് വണ്ടിയൊക്കെ ആയപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ദൂരം വന്നില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങനെ എത്തണമെങ്കിൽ നമ്മൾ നമ്മുടെ വണ്ടി തന്നെയാണ് എടുത്ത് പോവാറ്. അപ്പോൾ അതാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് പുതിയ വണ്ടി. അപ്പോൾ പുതിയ വണ്ടിയിൽ അച്ഛൻ പറഞ്ഞു കയറിയൊക്കെ നോക്കാൻ. അങ്ങനെ കയറിയൊക്കെ നോക്കി. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും ദൂരയാത്രയ്ക്ക് പോകാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂൾ വരെയൊക്കെ പോകാനാണെങ്കിലും നമുക്ക് ബസ്സിൽ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ, ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടാവും, ഛർദ്ദിക്കാൻ വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ KSRTCയിൽ പോകുമ്പോൾ അങ്ങനെ ഇല്ല. അതെല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെനിക്ക് എങ്ങനെയാണ് പിടി കിട്ടിയേണ്ടതെന്ന് അറിയണ്ടേ. ഒരു ദിവസം എൻ്റെ കോളേജൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി പോകണമായിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അങ്ങനെ 6 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം 6 മണിക്ക് പോകണമെങ്കിൽ നമ്മൾ 5 മണിക്ക് എണിക്കണം. 5 മണിക്ക് എണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 മണി 3 മണി ഈ ടൈമിലൊക്കെ എണിക്കും. നമ്മൾ അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് പിറ്റേ ദിവസം എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് പേടിയല്ലേ. അത് കാരണം അങ്ങനെ എണീറ്റ് അങ്ങനെ വേഗം നമ്മൾ പോയി. ഞാൻ വണ്ടിയും കൊണ്ടാണ് പോയത്. അപ്പോൾ എൻ്റെ കൂടെ വല്യമ്മയാണ് വന്നത്. അങ്ങനെ ഞങ്ങൾക്ക് KSRTC ആണ് തൃശ്ശൂരിൽ നിന്ന് കിട്ടിയത്. നമ്മൾ ടൈമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 7:20 ആയി എടുത്തപ്പം അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ 1.5 മണിക്കൂറോ 2 മണിക്കൂറിനുള്ളിൽ അന്ന് റോഡ് പണിയൊക്കെ നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോഴും പിന്നെ തിരിച്ച് വന്ന് വീട്ടിലെത്തിയപ്പോഴും നമുക്ക് തലവേദനയില്ല, ഒരു ക്ഷീണമില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാണ് സുഖം. പിന്നെ ഞാൻ എൻ്റെ അനിയത്തി കോളേജിൽ പോകാൻ യൂണിവേഴ്സിറ്റി പോകാനാണ് ഞാൻ പറയും KSRTCയിൽ പൊക്കോ എന്ന് പറയും കേട്ടോ. അപ്പം അങ്ങനെയാണ് എനിക്ക് പിടി കിട്ടിയത്. KSRTC പോയി കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷീണോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാം. അപ്പോൾ എനിക്ക് അത് അത്രേ പറയാനുള്ളൂ. ഇനി നമുക്ക് ബാക്ക് ടു ടോപ്പിക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബസ്സുകളൊക്കെ കണ്ടില്ലേ. അപ്പോൾ കുഞ്ഞാണെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ടാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അവിടെ കയറി ഇവിടെ കയറി അങ്ങനെ കയറി. ഇനി നമ്മൾ അമ്മ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇനി ബസ്സുകാർക്കൊക്കെ സൈഡ് കൊടുക്കണം എന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ. കാരണം ഇത്രയും വലിയ ബസ് ഓടിക്കാനാണെങ്കിലും ഓടിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ആ KSRTCയിൽ നിന്ന് നമ്മൾ ഇപ്പുറത്തുള്ള KSRTCയിൽ അച്ഛനുണ്ടായിരുന്നു. ഈ വണ്ടി രാത്രി മധുരയിൽ പോകും. അപ്പോൾ അതിന് മുമ്പ് നമ്മളൊന്ന് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തത് കേട്ടോ. കുഞ്ഞാണെങ്കിൽ ഓടിച്ചാടി അപ്പുറത്തെ ബസ്സിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അച്ഛൻ ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പം ഇനി നമ്മൾ KSRTCയുടെ ഗ്യാരേജിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇനി ഫ്രണ്ടിലേക്ക് പോവുകയാണ്. കാരണം നമുക്ക് ഇനി ഇവിടെ നിന്നിട്ട് ഇനി കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മെല്ലെ നടക്കാണ് കേട്ടോ. അപ്പോൾ വന്നിട്ട് നമ്മൾ അവിടെ ഇപ്പുറത്താണെങ്കിൽ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ കൂടെ കുറേ ട്രെയിനുകൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗ്യാരേജിൽ കൂടെ നടന്നപ്പോഴാണ് അച്ഛൻ്റെ വണ്ടി കണ്ടത് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ വണ്ടി കണ്ട് നേരെ നമ്മൾ ഇനി ചെയ്യുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. അത് കാരണം വെയിലത്ത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്നത്. അങ്ങനെ അവിടെ നിന്ന് ഒരു ബസ്സിലേക്ക് കയറി. ഈ ബസ് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയാണ്ടാണ് കയറിയത്. ഉള്ളി കണ്ടപ്പോഴാണ് എൻ്റെ കണ്ണ് തള്ളിയത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ബസ് പുറത്ത് വെച്ച് കണ്ടപ്പോൾ ഇതിനകത്ത് കയറണം അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് വരും നമുക്ക് സീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് റെഫറൻസിന് ഇതിന്റെ എനിക്ക് തോന്നുന്നു അന്ന് കേട്ട ഒരു ഓർമ്മയിൽ കർണാടകക്കാരുടെ വണ്ടി തൃശ്ശൂർ വന്നപ്പോൾ ഫോട്ടോ എടുത്തതാണെന്ന് അച്ഛൻ പറഞ്ഞത്. അങ്ങനെ 2-3 വട്ടം വന്നപ്പോൾ അവിടുത്തെ സീറ്റ് ഇഷ്ടമായപ്പോൾ അച്ഛൻ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ അന്ന് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ ബസ്സിലൊന്ന് കയറണം എന്നുള്ളത് കേട്ടോ. അങ്ങനെ ആ സീറ്റിലൊക്കെ ഇരുന്നു. ഇപ്പൊ അതൊക്കെ കുഷ്യനൊന്നും അല്ല, സാധാ നമ്മൾ നോർമലി ഇരിക്കണം. എന്നാൽ നമുക്ക് കിടക്കാനൊക്കെ ആയിട്ട് പറ്റും. മുകളിലാണെങ്കിൽ നമുക്ക് നിവർന്ന് കിടക്കാം. ഇത് എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഞാൻ ഫസ്റ്റ് ടൈം കണ്ട കാരണം അല്ലെങ്കിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടുന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് അച്ഛൻ്റെ ഡിപ്പോയിൽ വർക്ക് ചെയ്യണ കുറച്ച് ചേട്ടന്മാരാണ്. അപ്പോൾ അവിടെ നിന്ന് ഇനി
നമ്മൾ ഈ ബസ്സിൽ കയറിയപ്പോൾ തന്നെ അച്ഛൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് AC ഒക്കെ ഓൺ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല വെയിലത്താണ് ഞാൻ കയറി വന്നതെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചൂടൊക്കെ പോയി നല്ല തണുത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി ഇവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അപ്പുറത്ത് കൊണ്ടിടാം. പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഇതുവരെ അച്ഛൻ നേരിട്ട് വണ്ടി ഓടിക്കുന്നതൊന്നും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അച്ഛൻ നേരെ ഡ്യൂട്ടിക്ക് പോവും, വീട്ടിൽ വരും. ഞങ്ങൾ മൂന്നാളും ഇങ്ങനെ സംസാരിക്കും, നമുക്ക് അച്ഛനെ അറിയാണ്ട് കാണാൻ പോയല്ലോ, അപ്പം അച്ഛൻ വണ്ടി ഓടിക്കുന്നത് കാണാമല്ലോ. പക്ഷെ ഇതുവരെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ അച്ഛൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താ കണ്ണ് തള്ളി. കാരണം ഇത് ആദ്യമായിട്ട് കാണണതും പിന്നെ അച്ഛൻ ഓടിക്കണേൻ്റെ ബസ്സിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മളിത് കാണണതും ശരിക്കും നമ്മളെ മൂന്നാളുടെയും കിളി പോയ ഒരു വീഡിയോ ആണ് ഈ കാണണത്. കാരണം അത്രയും ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കിളി പോയിരിക്കുമ്പോഴാണ് ഫോണിലെ സ്റ്റോറേജ് ഫുള്ളാവണത്. അങ്ങനെ നമ്മൾ പണ്ട് 2023-24 വീഡിയോ ഒക്കെ എടുത്ത് കുറേ എണ്ണം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കുറച്ച് അങ്ങോട്ട് ഓടിക്കാൻ കിട്ടിയപ്പോൾ നമ്മൾ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ട്രാഷൊക്കെ ക്ലിയർ ചെയ്ത് ഫുള്ള് അങ്ങോട്ട് കളഞ്ഞു. ഈ വീഡിയോ എടുക്കേണ്ട ഇടയിൽ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ കുറേ കട്ടിങ് കുഴികളും ഒക്കെ ഉണ്ട്. കാരണം അതിലൊക്കെ നിറച്ച് വെള്ളമാണ്, മഴ പെയ്ത് ഫുള്ള് വെള്ളം. അപ്പോൾ കുണ്ടും കുഴികളും കൊണ്ടാണ് നമ്മളിപ്പോൾ പോണത്. മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഏകദേശം എല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ച് കുണ്ടും കുഴികളൊക്കെ ചാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ക്ഷീണീതിയായി. അത് കാരണം ഞാൻ ആ സൈഡിൽ ഇരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയിരുന്നു, കുഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ ഇരുന്നുകൊണ്ടുള്ള വീഡിയോ ആണ് ഈ എടുക്കുന്നത്. അപ്പോൾ ഉള്ള സമയം നമ്മുടെ സ്റ്റോറേജ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഫുൾ ആവുന്നുണ്ട്. കുണ്ടും കുഴി വേറെ, വെയിലാണെങ്കിൽ വേറെ. പിന്നെ ബസ്സിലായതുകൊണ്ട് നമുക്ക് AC ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് നമ്മൾ ഈ വണ്ടി നേരെ നമ്മൾ ഗാരേജ് ഇപ്പോൾ KSRTC പാർക്ക് ചെയ്യണോടത്ത് കൊണ്ട് ഇടാൻ പോവാണ്. അപ്പോൾ അവിടെ നിന്നൊന്ന് തിരിച്ച് നേരെ അവിടെ അങ്ങനെ അച്ഛൻ വണ്ടി സൈഡ് ഒതുക്കി പാർക്ക് ചെയ്ത ശേഷം ഞാൻ വീണ്ടും കയറി ഞാൻ അതിൽ ഓരോ സീറ്റിൽ ഞാൻ ഇരുന്നു. എനിക്കിഷ്ടമുള്ള സീറ്റ് ഫുള്ളിരുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പേ എനിക്കിവിടെ ഇരിക്കണമെന്നുണ്ടായിരുന്നു. അന്ന് പറ്റിയില്ലെങ്കിൽ ഇന്ന് നമ്മളതിൻ്റെ ക്ഷീണം തീർക്കണം. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫ്രണ്ടിലൊരു മിറർ കണ്ടു. അപ്പോൾ മിററിൽ നമ്മൾ ഫോട്ടോ എടുത്തില്ലെങ്കിൽ അത് ശരിയാവില്ല. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു, അത് കാരണം ഞാൻ എടുത്തത്. അങ്ങനെ കുഞ്ഞിയുടെ ഫോട്ടോസൊക്കെ അമ്മ എടുത്തു കൊടുക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ ഈ വണ്ടി കണ്ടില്ലേ, ഇപ്പോൾ ഇതാണ് അച്ഛൻ കൊണ്ടുവന്ന വണ്ടി. പാർക്ക് ചെയ്ത് നമ്മൾ അവിടെ കൊടുത്ത് ഇനി വീണ്ടും നമ്മൾ നേരെ വന്നോട് തന്നെ തിരിച്ചങ്ങോട്ട് പോവാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മൾ ഗ്യാരേജിലോട്ട് പോവാൻ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്ത് വേറൊരു KSRTC, അതും കളർഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിലും കൂടെ കയറാണ്ട് നമ്മൾ എങ്ങനെ പോകും? കാരണം ഇത് പുതിയ ബസ്സാണ്. അപ്പോൾ ഇതും കൂടി കണ്ടിട്ട് നമുക്ക് പോകാം. കാരണം ഇത് വൈകിട്ട് നമ്മൾ ഇനി എന്ന് കാണാനാ. അത് കാരണം നമ്മൾ അതിൽ കുറച്ചും കൂടെ ഒന്ന് കയറി കുഞ്ഞിക്ക് ഈ KSRTC കണ്ടപ്പോൾ എന്തോ വീഡിയോയും ഫോട്ടോസും ഇതൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീണ്ടും ഗ്യാരേജിലേക്ക് പോവുകയാണ്. ഈ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഗൈസ്. കാരണം ഇത് കുറേ നേരമായിട്ട് ഈ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ എന്തോരം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വീഡിയോ എടുക്കുന്നത്. അത് കാരണം ഒരു വീഡിയോ മാത്രം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് ഗ്യാരേജിലേക്ക് നടക്കും. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ബസ് കയറി നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരും. അല്ലെങ്കിൽ ഇവിടെ വരെ നടന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഏതെങ്കിലും ഒരു ബസ് കയറി വരും. ആ വെയിൽ ഫുള്ള് കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് നടക്കും. ഇതാണ് ഈ കുറച്ച് സമയം കൊണ്ട് അല്ലെങ്കിൽ കുറേ നേരമായിട്ട് ഇത് സംഭവിക്കും. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് നമ്മളൊരു മരത്തിൻ്റെ തണലിൽ നിന്നപ്പോൾ കുഞ്ഞ് പറഞ്ഞു, ഞാനും അച്ഛനും കൂടെ ഫ്രണ്ടിൽ പോയിട്ട് വരാം, നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മയും കൂടെ അവിടെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ട്രെയിനും വന്നു. ആ ട്രെയിനിൽ നോക്കിക്കൊണ്ടിരുന്നു. കാരണം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. KSRTC റെയിൽവേ സ്റ്റേഷൻ നോർത്താണ്, അടുത്തടുത്താണ്. അപ്പോൾ ഈ ട്രെയിനാണെങ്കിൽ മെല്ലെ പോവാണ്. ഈ ട്രെയിനെ നോക്കി കണ്ണ് കഴിച്ചു. കാരണം ഇത് കഴിയണില്ല. പിന്നെ കണ്ടില്ലേ, ഞാൻ കുണ്ടും കുഴികളാണെന്ന് പറഞ്ഞില്ലേ, അതിൽ നിറച്ച് വെള്ളം. ഈ വെള്ളത്താണ്ടാണ് ചവിട്ടാണ്ട് നടക്കാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. കാരണം പൊട്ട വെള്ളമാണ്. അപ്പോൾ പരമാവധി വെള്ളമൊക്കെ കാലുമ തട്ടാണ്ടിരിക്കാനായിട്ട് നോക്കിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ KSRTC സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും അടുത്തടുത്താണ്. അതുകൊണ്ട് ട്രെയിൻ മെല്ലെ പോണതും കുറച്ച് നേരം നോക്കി നിന്ന് നമുക്ക് കാല് കഴിച്ചപ്പോൾ തൊട്ടപ്പുറത്തൊരു KSRTC ഉണ്ടായിരുന്നു. അവിടെ കയറിയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് അവിടെ ഇരുന്നില്ല. എനിക്ക് നാണം കഴിച്ചു. അത് കാരണം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു തന്നെ പോകുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ വണ്ടി മാറ്റിയിടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡ്രൈവർ വന്നിട്ടാണ് ഭാഗ്യം ഞാൻ ഇരിക്കാഞ്ഞത്. അപ്പം ഈ വണ്ടി മധുരയിൽ പോകണം, ഓരോ വണ്ടികളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് അങ്ങനെ പുറത്ത് നോക്കി നിൽക്കുമ്പോഴാണ് KSRTCയുടെ ഒരു ഡബിൾ ഡക്കർ വരുന്നത്. ഇത് ഞങ്ങളുടെ വീണ്ടും കിളി പോയ വീഡിയോ ആണ് ഗൈസ്. ഞാനും അമ്മയും ഭയങ്കരമായിട്ട് ഞെട്ടി. കാരണം അച്ഛൻ ഓടിക്കുന്നത് നമ്മൾ നേരത്തെ അകത്ത് വെച്ചിട്ടാണ് കണ്ടത്, ഇനി നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ അച്ഛൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ വണ്ടി നമ്മൾ ഫോണിലും അച്ഛൻ കാണിച്ചു തന്നപ്പോൾ മാത്രമാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോഴത്തേക്കും കുഞ്ഞി മോളിൽ കയറി. നേരത്തെ ഇവർ പോയത് ഈ വണ്ടി ബുക്ക് ചെയ്യാനായിരുന്നു. നമ്മുടെ സീറ്റ് കൺഫേം ആക്കണമെങ്കിൽ ഫസ്റ്റ് തന്നെ ബുക്ക് ചെയ്യണം. നമുക്ക് ഇതിനകത്ത് കയറി ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ അപ്പം അച്ഛൻ്റെ കുറച്ച് സ്റ്റിൽസൊക്കെ എടുക്കാനായിട്ട് നോക്കി. പിന്നെ അച്ഛൻ പറഞ്ഞു കയറാനായിട്ട്. അപ്പം ഏകദേശം ഫ്രണ്ടിലായിരിക്കുമല്ലോ നമ്മൾ കയറുന്നത്. പക്ഷെ നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കയറാൻ പറ്റില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ കയറാൻ പറ്റുമല്ലോ എന്ന് വെച്ച് നടക്കുമ്പോൾ കുഞ്ഞ് പറഞ്ഞു ഇതാ ബാക്കിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടെ ബാക്കിലേക്ക് പോകാൻ. അവിടുന്ന് ഒന്നില്ലെങ്കിൽ നമുക്ക് അടിയിലിരിക്കാം, ഒന്നില്ലെങ്കിൽ നമുക്ക് ബർത്തിക്ക് പോകാം. ഇപ്പോൾ കുഞ്ഞ് ബർത്തിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടാളും ബർത്തിക്ക് പോകാമെന്ന് വെച്ചുട്ടാ. അപ്പോഴത്തേക്ക് നമ്മൾ കയറി ഇരുന്നപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറി എന്നുള്ളത് അച്ഛന് മനസ്സിലായി. അങ്ങനെ
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ലോണം കുഴിയുള്ള കാരണം നല്ലോണം ഇളകുണ്ടായിരുന്നു. നമുക്ക് മുകളിലേക്ക് പിടിച്ച് നിൽക്കാൻ കൂടെ പറ്റുന്നുണ്ടായിരുന്നു. ഡബിൾ ഡക്കറിന്റെ മുകളിൽ കയറി അവിടെ ഇരിക്കാം. അങ്ങോട്ട് പറഞ്ഞു വരും. എന്തോ ഒരു കുഴികളത്. അവിടെ നല്ല കുഴികളുണ്ട് കൈത്താൽ കാരണം ഭയങ്കരമായിട്ട്. നമ്മളെ അച്ഛൻ വണ്ടി ഓടിക്കുന്നത് ഇതുവരെ കണ്ടിട്ടുണ്ടോ? അമ്മ കണ്ടിട്ടുണ്ടോ വണ്ടി ഓടിക്കുന്നത് ഇതുവരെ? ഇല്ല, അച്ഛൻ ഇതുവരെ വണ്ടി ഓടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. പക്ഷെ അച്ഛൻ അടിയിലാണ്, നമ്മൾ മുകളിലാണ്. പെരുമയിലത്ത് വല്ല നിൽക്കേണ്ട വല്ല ആവശ്യം എന്താ? ഞാൻ അടി പോവാം അച്ഛൻ്റെ അടുത്തേക്ക്. കുറേ നാളായി ബസ്സിലൊക്കെ കയറി ഇതേപോലെ പിടിച്ചിട്ടൊക്കെ. നമ്മളെപ്പോഴും ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോഴായാലും ഓഫീസിൽ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ വണ്ടിയിലും സ്കൂട്ടിയിലൊക്കെയാണ് പോവാറ്. അപ്പം ബസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇടയ്ക്ക് പോകാറില്ല കേട്ടോ. ഇടയ്ക്കെന്നല്ല, ഒരു വട്ടം വണ്ടി ടയർ ചേഞ്ച് ചെയ്യാനായിട്ട് കൊടുത്തപ്പോൾ അന്ന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വേറെ വണ്ടി ഉണ്ടല്ലോ നമുക്ക്, ആ വണ്ടി തന്നപ്പം അങ്ങനെ. അപ്പം അങ്ങനെ കുറേ നാളായി ഞാൻ പിന്നെ പിടിച്ചിട്ട്. അച്ഛനാണ് വണ്ടി ഓടിക്കുന്നത്. അയ്യോ, ഇതിൻ്റെ ഫ്രണ്ടിലിരിക്കാൻ നിൽക്കാൻ പറ്റുമോ? ഫ്രണ്ടിൽ നിന്ന് ഓടിക്കാതെടുക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കായിരുന്നു. നിൽക്കാൻ പറ്റുമോ? അവിടെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അതല്ലേ വന്നേനല്ലേ ഫോട്ടോ അച്ഛൻ വിളിക്കണ്ടേ? അയ്യോ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഒരാൾക്കാ കുഞ്ഞി എന്നേക്കാളും മുമ്പ് വേഗം കയറി ഇതിനകത്ത് കയറി ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. ഞാൻ വരുമ്പോൾ എൻ്റെ വീഡിയോയിൽ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് അവൾ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. വണ്ടി ഇവിടെ കൊണ്ടിട്ടത് വണ്ടിക്ക് സീറ്റും സാധനങ്ങളൊന്നും ക്ലീൻ ചെയ്ത് തുടച്ച് ഇടാനാണ്. അപ്പം കയറാൻ പറ്റില്ല. അപ്പോൾ അച്ഛന് ഡ്യൂട്ടിക്ക് പോകാറായി. അത് കാരണം അച്ഛൻ ഞങ്ങളുടെ റൂമിലാക്കിയില്ല, ഞങ്ങളുടെ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്ത്. അച്ഛൻ ഇനി 4 മണിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ ശേഷം അച്ഛൻ
ഇന്ന് കഴിയില്ലാന്ന് തോന്നുന്നു ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞിട്ട്. അപ്പം ഇപ്പോൾ 4 മണിക്ക് അച്ഛൻ്റെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ആഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 മണിക്ക് എന്തോ ഡബിൾ ഡക്കറിൽ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് കറങ്ങാനായിട്ട്. അപ്പോൾ അതിനൊക്കെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നമ്മളിങ്ങനെ തിരിച്ച് റൂമിൽ പോവാണ്. റൂമിൽ പോയിട്ട് കാണാം. നല്ല വെയിൽ ഗൈസ്. പിന്നെ അപ്പം എൻ്റെ ബാഗൊന്നും എടുത്തില്ല ഞാൻ. എൻ്റെ ബാഗ് മാത്രമാണ് എടുക്കാത്ത. അപ്പം എൻ്റെ ബാഗ് മാത്രം ഞാൻ എടുത്തില്ല. അപ്പം അതൊക്കെ എടുക്കട്ടെ. ബാഗ് വലിച്ചിട്ടാണെങ്കിൽ കിട്ടണില്ല. ബാ കമോൺ. റൂം എത്തി. 104 റൂം നമ്പർ. അയ്യോ ചൂടെടുത്തിട്ട് വയ്യ. അച്ഛൻ്റെ KSRTC കാണാൻ പോലായിരുന്നു. അച്ഛൻ ഓടിക്കണമെന്നൊക്കെ ആദ്യമായിട്ടായിരുന്നു കണ്ടത്. ഒന്ന് കറങ്ങി കഴിയുമ്പോഴത്തേനും നല്ല വിശപ്പ് വന്നു. അതുകൊണ്ട് ചോറ് ഉണ്ണാന്ന് വെച്ചു. വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ എല്ലാ കറികളും എല്ലാതും ചോറും കറിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഇതൊക്കെ കഴിച്ച് ഇനി ഒന്ന് കിടന്നു വന്നിട്ട് ഒന്ന് കഴിച്ച് ഫ്രഷായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.